ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് BSc നഴ്സിംഗ് അഡ്മിഷൻ എടുക്കുന്ന രീതി എങ്ങനെയാണ്. ഇപ്പോൾ ഞാനൊരു നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് ഇങ്ങനെ വീഡിയോ ഇടുന്നതുകൊണ്ടൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട് നഴ്സിംഗിന് അഡ്മിഷൻ എടുക്കുമ്പോൾ എങ്ങനെ എടുക്കണം, എത്രത്തോളം മാർക്ക് വേണം നമുക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ, എങ്ങനെ എല്ലാവർക്കും അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം പറയാമെന്ന് പറയുമ്പോൾ നമ്മുടെ മെയിൻ എലിജിബിലിറ്റി അല്ലെങ്കിൽ ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ +1 +2 സയൻസ് ആയിരിക്കണം, 50% കൂടുതൽ മാർക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇൻഡെക്സ് സ്കോർ നോക്കുമ്പോൾ 300ലാണ് ഇൻഡെക്സ് സ്കോർ വരുന്നത് തോന്നുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ട് അതിൽ അത്യാവശ്യം നല്ല ഇൻഡെക്സ് സ്കോർ ഉണ്ടായിരിക്കണം. ഇൻഡെക്സ് സ്കോറിൻ്റെ ബേസിലാണ് നമ്മൾ LBS കൊടുക്കുന്നത്, അഡ്മിഷൻ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നഴ്സിംഗ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ +1 +2 എന്തായിരിക്കണം, അവർ സയൻസ് പഠിച്ച ഒരാളായിരിക്കണം, 50% കൂടുതൽ മാർക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ചെയ്യേണ്ടത് ഫിസിക്സ്, ഇംഗ്ലീഷ്, കെമിസ്ട്രി, ബയോളജി ഈ 4 സബ്ജക്റ്റിൻ്റെയും കൂടെ മാർക്ക് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ LBS എന്നുള്ള സൈറ്റിൽ അപ്ലൈ ചെയ്യേണ്ടത്. അതിന് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ്, അതായത് ഇപ്പോൾ കേരളത്തിൻ്റെ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സിന് വരുന്ന ഒരു വെബ്സൈറ്റാണ് ഈ LBS സൈറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കേരളത്തിലെ സ്റ്റുഡൻസിന് മാത്രമേ ഈ LBS അലൗഡ് ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നഴ്സിംഗ് അല്ലെങ്കിൽ പാരാമെഡിക്കൽ ഇഷ്ടംപോലെ കോഴ്സസ് വരുന്നുണ്ടല്ലോ, OT, അനസ്തേഷ്യ, ഡയാലിസിസ് ടെക്നീഷ്യൻ, ഇങ്ങനെ കുറേ പാരാമെഡിക്കൽ കോഴ്സ് വരുന്നതിൽ ഏതെങ്കിലും കോഴ്സിന് അഡ്മിഷൻ എടുക്കുന്നതിന് നമ്മൾ LBS വഴി വേണം അപ്ലൈ ചെയ്യാൻ. പിന്നെ അതുപോലെ തന്നെ 2 റാങ്ക് ലിസ്റ്റ് വരുന്നുണ്ട്. ഒന്നെങ്കിൽ നഴ്സിംഗ് സ്റ്റുഡൻസിനുള്ള റാങ്ക് ലിസ്റ്റും പാരാമെഡിക്കൽ സ്റ്റുഡൻസിനുള്ള റാങ്ക് ലിസ്റ്റ്, അങ്ങനെ രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ LBS നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസ്, ഡോക്യുമെൻറ്റ്സ്, കാര്യങ്ങളൊക്കെ ഈ LBSൻ്റെ സൈറ്റിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അക്ഷയ സെൻറ്റർ വഴി ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് സെൽഫായിട്ട് വീട്ടിൽ ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്കും സ്വന്തമായിട്ട് ചെയ്യാം ഈ കാര്യങ്ങളൊക്കെ. പിന്നെ ഇൻഡെക്സ് മാർക്കിൻ്റെ ബേസിലാണ് നമ്മൾ ഈ LBSന് അപ്ലൈ ചെയ്യുമ്പോൾ അവർ റാങ്ക് ലിസ്റ്റ് ഇടുന്നത്. ഇൻഡെക്സ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ്, ഈ 4 സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇൻഡെക്സ് മാർക്ക് നോക്കുന്നത്. അപ്പോൾ നമ്മളാണ് ഇത് ഇൻഡെക്സ് മാർക്കിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ LBSന് അപ്ലൈ ചെയ്ത സമയത്ത് ആ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഇൻഫർമേഷൻസ് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ കുറച്ച് ഡോക്യുമെൻറ്റ്സ്, നമ്മുടെ സർട്ടിഫിക്കറ്റ്സ്, ഇൻകം സർട്ടിഫിക്കറ്റ്, അങ്ങനെ കുറച്ച് സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ സർട്ടിഫിക്കറ്റ്സിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്തിട്ട് തരാം. പിന്നെ നെക്സ്റ്റ് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന് സൈറ്റിൽ അപ്ലൈ ചെയ്യാൻ വലിയ റേറ്റ് കാര്യങ്ങളൊന്നുമില്ല, കുഞ്ഞൊരു ഫീസ്, അപ്ലൈ ചെയ്യുന്നതിൻ്റെ കുഞ്ഞൊരു ഫീസ് കാര്യങ്ങൾ വരുന്നുള്ളൂ. പിന്നെ നമ്മൾ ഈ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ പഞ്ചായത്തിൽ പോവുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഈ LBSൻ്റെ സൈറ്റിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇതുവരെ ആർക്കും വന്നിട്ടില്ല. പിന്നെയെന്ന് പറയുമ്പോൾ നമ്മൾ ഈ അഡ്മിഷന് കൊടുക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ LBSന് അപ്ലൈ ചെയ്തിടാൻ മാത്രമേ ചെയ്യത്തുള്ളൂ. എന്നിട്ട് നമ്മുടെ LBSൻ്റെ സ്കോർ കൊടുക്കും. ആദ്യം നമ്മൾ അപ്ലൈ ചെയ്തിടണം ഈ LBSന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പിന്നെ നെക്സ്റ്റ് എന്ത് വരുന്ന, ഇവർ ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. റാങ്ക് ലിസ്റ്റ് ആദ്യം ഒരു റാങ്ക് ലിസ്റ്റ് ജസ്റ്റ് ഒന്ന് മോഡലിൽ പബ്ലിഷ് ചെയ്യും. ജസ്റ്റ് രണ്ടാമത് സെക്കൻഡ് ഇവർ ഒറിജിനൽ ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. നഴ്സിംഗ് സ്റ്റുഡൻസിനും പാരാമെഡിക്കൽ സ്റ്റുഡൻസിനും സെപ്പറേറ്റ് ആയിട്ടാണ് ഈ റാങ്ക് ലിസ്റ്റ് വരുന്നത്. അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം അവർ കറക്റ്റ് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് വെക്കും. ഈ കറക്റ്റ് ഫിക്സഡ് ഡേറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ കോളേജിലോട്ടുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. നമുക്ക് ഏത് കോളേജ് ആദ്യം വേണോ ആ പ്രയോറിറ്റി വൈസിൽ നമുക്ക് എല്ലാ കോളേജിലും അപ്ലൈ ചെയ്തിടാം. ഇപ്പോൾ എത്ര കോളേജ് കേരളത്തിൽ വരുന്നുണ്ടോ അതിൽ കംപ്ലീറ്റ് കോളേജിലും കൊടുത്തിടാം. അതെല്ലാം ഇപ്പോൾ നമുക്ക് കുറച്ച് കോളേജ് മതി, നമ്മൾ നല്ല ഹൈ മാർക്കൊക്കെ ഉള്ള ആളാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കോളേജിൽ മാത്രം കൊടുത്തിടാം. പ്രയോറിറ്റി വൈസിൽ ആദ്യം ഏത് കോളേജ് വേണോ അതിൽ ആദ്യം കൊടുത്തിടാം, പിന്നെ ബാക്കി കോളേജിൽ കൊടുത്തിടാം. ഇതാണ് LBSൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഇവർ പിന്നെ നമ്മുടെ അഡ്മിഷൻ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ തുടങ്ങും ഒരു ഡേറ്റ് പറയുമ്പോൾ. അപ്പോൾ ആ ഡേറ്റിൽ ഫസ്റ്റ് ഡേറ്റിൽ അവർ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കുറച്ച് സ്റ്റുഡൻസിന് കിട്ടിയിട്ടുണ്ടാവും. നല്ല ഹൈ മാർക്കുള്ള സ്റ്റുഡൻസിന് അധികം പേരും കിട്ടിയിട്ടുണ്ടാവും. 2, 3 ഇതിലും അങ്ങനെ തന്നെയാണ് അത്യാവശ്യം കയറി പോകുന്നത്. പിന്നെ ഈ 3rd, 4th, 5th പിന്നെ വരുന്ന അലോട്ട്മെൻ്റ് ഒക്കെ എന്താവും, മറ്റേ നമ്മളെ സ്പോട്ട് അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് അങ്ങനെയൊക്കെ ആയിട്ട് വരിക. പക്ഷേ ഈ സമയത്തും നമുക്ക് എന്ത് ചെയ്യാം, LBSന് ഓരോ സമയത്തും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഈ കോളേജ് ലിസ്റ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഈ സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻ്റ് ഒക്കെ വരുന്ന സമയത്ത് മറ്റേ ഫസ്റ്റത്തെ 3 അലോട്ട്മെൻ്റ് ഒക്കെ നമ്മൾ ആദ്യം കൊടുത്തിട്ടുള്ള കോളേജിലെ ലിസ്റ്റ് വെച്ച് തന്നെയാവും വരിക. അതിന് ശേഷമുള്ള കോളേജിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ നമ്മുടെ കോളേജ് നമുക്ക് ഏതാണ് പ്രയോറിറ്റി അത് വൈസ് തന്നെ, പിന്നെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ്, സ്പോട്ട് അലോട്ട്മെൻറ്റിനൊക്കെ മുമ്പായിട്ട് നമ്മളടുത്ത് ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. ആ സമയത്താണ് ചെയ്യേണ്ടത്. പിന്നെ എന്ന് പറയുന്നൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇപ്പോൾ ഏത് സമയത്ത് അപ്ലൈ ചെയ്യണം കാര്യങ്ങളൊക്കെ നമ്മുടെ അക്ഷയ സെൻറ്ററിൽ ചോദിച്ചാൽ വരും. അപ്പോൾ നമ്മുടെ അക്ഷയ സെൻറ്ററിൽ വാട്സപ്പ് ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിലൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ അവർ പറയും ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ചെയ്യണം, ഏത് സമയത്ത് അപ്ലൈ ചെയ്യണം, ഈ ചേഞ്ചസ് വരുത്താനുള്ള അല്ലെങ്കിൽ തിരുത്തൽ വരുത്താനുള്ള സമയമൊക്കെ എപ്പോഴാണെന്നുള്ളത് ഈ അക്ഷയ സെൻറ്ററിൻ്റെ ഗ്രൂപ്പിൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നിൽക്കാൻ. ഇപ്പോൾ LBSന് അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ നഴ്സിംഗിന് അഡ്മിഷൻ എടുക്കണം എന്നുള്ള സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നേരത്തെ കാലത്ത് ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വെച്ചിരിക്കണം. എന്നാൽ ആ സമയമാകുമ്പോൾ നമുക്ക് ഓടാണ്ട് സമയത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ പറ്റുള്ളൂ.
പിന്നെ ഈ അഡ്മിഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പേടിക്കൊന്നും വേണ്ട. ഫസ്റ്റ് സമയത്ത് നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ഈ ലാസ്റ്റ് സ്പോട്ടിൽ സ്പെഷ്യലൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് അഡ്മിഷൻ കിട്ടാം. കാരണം പാരാമെഡിക്കൽ കോഴ്സും ഈ ലാസ്റ്റ് അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പാരാമെഡിക്കൽ കോഴ്സിൻ്റെ അലോട്ട്മെൻറ്റും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യും, അധികം പിള്ളേരും നഴ്സിംഗ് വേണ്ടാന്ന് വെച്ചിട്ട് കുറേ പിള്ളേർ അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ സമയത്ത് നമ്മുടെ കോളേജിൽ എന്ത് ചെയ്യാം, അഡ്മിഷൻ ബാക്കി കോളേജസിൽ ഈ വേക്കൻസി വരുന്ന സീറ്റിലൊക്കെ നമുക്ക് അഡ്മിഷൻ ചെയ്യാം. അപ്പോൾ LBSൻ്റെ ഡീറ്റെയിൽസ് ഇത്രയേ ഉള്ളൂ. സംശയങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ്